നീ എന്തായാലും വിചാരിച്ച ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാ? കല്യാണത്തിന് മുമ്പ് നിന്റെ വായിൽ എന്തായിരുന്നു? കൊഴിക്കട്ടെ? അല്ല, വിളി നിന്റെ അച്ഛനെ, അമ്മാവനെ, കൊച്ചച്ഛനെ ആരാന്ന് വെച്ച് വിളി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഇനി ബാക്കി ജീവിതം. അല്ല, എന്ത് ജീവിതം? ജീവിതമൊക്കെ കൊഞ്ഞാട്ടായില്ലേ? എനിക്കിപ്പോൾ അവരാരെയും വിളിക്കാൻ പറ്റില്ല. മിനിമം ഒരാഴ്ചയെങ്കിലും ഇത് ഹോൾഡ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരാഴ്ച എന്താ ഞാൻ നിന്ന് ഉരുകണം? വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് എനിക്ക് വരെ നിവർത്തി. എന്താ പറഞ്ഞേ? കളിക്കല്ലേ? ഒരുമാതിരി മനുഷ്യന്റെ ജീവിതം വെച്ച് തമാശ കളിക്കരുത്. തമാശയല്ല, സീരിയസ് ആയിട്ടാ. എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ. അല്ല, നീ പോയി തോന്നിക്കോ, അതിനിപ്പോ എന്താ? എന്റെ ജീവിതം തന്നെ ഞാൻ കൊഞ്ഞാട്ടാക്കണ? ഞാനിത് പറയും. എനിക്ക് താനൊരു കൊലപാതകത്തിനും കൂടെ ഉത്തരം പറയേണ്ടി വരും. കൊലപാതകോ? നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയും പോയി തൂങ്ങുന്നതിന് ഞാനെന്തിനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അച്ഛൻ ഇപ്പം ഇതൊന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനത് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അതുകൊണ്ടൊക്കെയാണോ അച്ഛന് വയ്യാതായെന്നും എനിക്കറിയില്ല. എനിക്ക് അവനെ ചതിക്കാനും പറ്റില്ല. പക്ഷെ അച്ഛൻ പറയുന്നത് കേൾക്കാതെ വേറെ നിവർത്തി എനിക്കില്ല. എൻ്റെ ഗതികേട് കൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് രണ്ടും കൂടെ രക്ഷപ്പെടാന്ന് അല്ലേ? അല്ല, തനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതി. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടോ, ഇപ്പം എൻ്റെ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. താൻ എനിക്ക് ഒരാഴ്ച സമയം താ, ഞാൻ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. പ്ലീസ്.